ഭാര്യയും ഭർത്താവും കുഞ്ഞും. ഒരു കുഞ്ഞു ഫാമിലി. പൂക്കൾ പറിച്ച് അത് കെട്ടി മാലയാക്കി പിന്നീടത് ചന്തയിൽ കൊണ്ടുപോയി കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ ചെറിയ കുടുംബം ജീവിച്ചിരുന്നത്. ഈ സമയത്താണ് അടുത്തുള്ള ഒരു സ്ഥലം പാട്ടത്തിന് കൊടുക്കുന്നുണ്ടെന്ന് അവരറിഞ്ഞത്. ആ സ്ഥലം നമ്മളെടുത്താൽ അവിടെ പൂക്കൾ കൃഷി ചെയ്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കാം എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ ഭർത്താവിനും തോന്നി അതൊരു നല്ല കാര്യമാണ് എന്ന്. അങ്ങനെ ആ സ്ഥലം പാട്ടത്തിനെടുത്ത് പൂക്കൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങി. അയാളുടെ പൂക്കൾക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുതലായി. അധികം വൈകാതെ തന്നെ അയാൾ ഒരു ബൊക്കറ്റ് ഷോപ്പ് ഓപ്പൺ ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. അയാളുടെ മകൾ വലുതായി. ഷോപ്പിൻ്റെ ഉത്തരവാദിത്തം മകൾ ഏറ്റെടുത്തു. അയാളുടെ ജീവിതത്തിലെ അടുത്ത പരീക്ഷണം അവിടെ ആരംഭിച്ചു. ഷോപ്പിലുള്ള പൂക്കളാണോ ഭംഗി അതോ അയാളുടെ മകളാണോ ഭംഗി എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന അത്രയും സുന്ദരിയായിരുന്നു അയാളുടെ മകൾ. നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം മത്സരിച്ചാണ് അവളുടെ പിറകെ നടന്നിരുന്നത്. ഈ സമയത്താണ് വളരെ യാദൃശ്ചികമായി പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന ഒരാൾ ഇവരുടെ ഷോപ്പിലേക്ക് വരുന്നതും ഈ പെൺകുട്ടിയെ കാണുന്നതും. എങ്ങനെയെങ്കിലും ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്ന് അയാൾ തീരുമാനിച്ചു. തനിക്ക് പെൺകുട്ടിയേക്കാളും വയസ്സ് ഒരുപാട് കൂടുതലുണ്ട്. കുടവയറും തടിച്ചു വീർത്ത വികൃതമായ ശരീരവും ഉള്ള തനിക്കൊരിക്കലും ആ പെൺകുട്ടിയെ അവളുടെ അച്ഛനും അമ്മയും വിവാഹം ചെയ്തു തരില്ല എന്ന് ഉറപ്പായിരുന്ന അയാൾ താൻ ആഗ്രഹിച്ച കാര്യം നടത്താൻ വേണ്ടി ഒരു തന്ത്രം മെനഞ്ഞു. അയാൾ ആ ഷോപ്പിലേക്ക് വരുമ്പോഴെല്ലാം കടയെക്കുറിച്ചും കടയിലുള്ള പൂക്കളെക്കുറിച്ചുമെല്ലാം പുകഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. പലിശക്കാരൻ്റെ പുകഴ്ത്തിയുള്ള സംസാരത്തിൽ അച്ഛൻ മയങ്ങിപ്പോയി. ഈ നഗരത്തിൽ ഇത്രയും നല്ല ഷോപ്പ് വേറെയില്ലെന്നും അടുത്ത നഗരത്തിൽ പോലും ഇത്രയും നല്ല പൂക്കൾ കിട്ടുന്ന ഷോപ്പില്ലെന്നും അയാൾ അഹങ്കാരത്തോടെ ചിന്തിക്കാൻ തുടങ്ങി. ഷോപ്പിൽ അച്ഛൻ മാത്രമുള്ള സമയം നോക്കി പലിശക്കാരൻ വരാൻ തുടങ്ങി. ഈ ഷോപ്പ് മാറ്റണം. ഇതേ ഷോപ്പ് കൊണ്ട് നടന്നാൽ നിങ്ങൾ ഒരിക്കലും പണക്കാരനാവില്ല. ഈ ഷോപ്പ് കുറച്ചുകൂടെ വലുതാക്കിയാൽ നിങ്ങൾക്ക് വരുമാനം കൂടും. കാറും ബംഗ്ലാവും ഒക്കെ വാങ്ങാം. നിങ്ങളുടെ മകളെ പണക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അയാൾ അച്ഛൻ്റെ മനസ്സ് മാറ്റി. ഷോപ്പ് തുടങ്ങാനുള്ള പണവും അയാൾ തന്നെ കൊടുത്തു. ഈ വിവരം അറിഞ്ഞ ഭാര്യയും മകളും എതിർത്തു. പക്ഷേ ഭാര്യയുടെയും മകളുടെയും എതിർപ്പിനെ വകവയ്ക്കാതെ അയാൾ വലിയൊരു ബൊക്കറ്റ് ഷോപ്പ് ഓപ്പൺ ചെയ്തു. ഷോപ്പ് ഓപ്പൺ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യ അസുഖം വന്ന് മരിച്ചു. ഭാര്യയുടെ വേർപാട് അയാളെ മാനസികമായി ഒരുപാട് തളർത്തി. പൂക്കൾ കൃഷി ചെയ്യുന്നതിലുള്ള അയാളുടെ ശ്രദ്ധ കുറഞ്ഞു. ബൊക്കറ്റ് ഷോപ്പിലേക്ക് വരുന്ന ഓർഡറുകൾക്ക് കൃത്യമായി ഡെലിവറി കൊടുക്കാൻ അയാൾക്ക് കഴിയാതെയായി. അതോടെ ഓർഡറുകൾ കുറഞ്ഞു. അവസാനം ഷോപ്പ് അടച്ചിടേണ്ട അവസ്ഥയിലെത്തി. അപ്പോഴാണ് പലിശക്കാരൻ്റെ യഥാർത്ഥ സ്വയരൂപം പുറത്തു വരുന്നത്. കടം കൊടുത്ത പണത്തിന് പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് അയാളവരെ ശല്യം ചെയ്യാൻ തുടങ്ങി. വീട് ജപ്തി ചെയ്യാൻ നോട്ടീസ് അയച്ചു. അയാളുടെ വീട്ടിലേക്ക് വരുന്ന പാതയിൽ നിറയെ വലിയ വെള്ളാരം കല്ലുകൾ ഉണ്ടായിരുന്നു. ഇത് കണ്ട പലിശക്കാരന് ഒരു ഐഡിയ തോന്നി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അച്ഛൻ്റെയും മകളുടെയും അരികിൽ ചെന്ന് പലിശക്കാരൻ പറഞ്ഞു, ഈ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഞാനൊരു അവസരം തരാം. ഞാൻ എൻ്റെ ബാഗിനുള്ളിൽ 2 വെള്ളാരം കല്ലുകൾ എടുത്തിടും. ഒരു കല്ല് കറുത്തതും ഇനിയൊരു കല്ല് വെളുത്തതും. നിങ്ങളുടെ മകൾ അതിനുള്ളിൽ നിന്ന് ഒരു കല്ല് എടുക്കണം. കറുത്ത കല്ലാണ് നിങ്ങളുടെ മകൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച പണം എനിക്ക് തിരികെ തരേണ്ട. പകരം നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. അതല്ല വെളുത്ത കല്ലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ വാങ്ങിയ പണം തിരികെ തരേണ്ട. നിങ്ങളുടെ മകളെയും എനിക്ക് വിവാഹം ചെയ്തു തരേണ്ട ആവശ്യമില്ല. അവിടെ കൂടി നിന്ന ജനങ്ങളെല്ലാം പലിശക്കാരൻ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞു. തൻ്റെ ബാഗിനുള്ളിൽ 2 കല്ലുകൾ പലിശക്കാരൻ എടുത്തിട്ടു. പക്ഷേ
അയാളിട്ടത് രണ്ടും കറുത്ത കല്ലുകളായിരുന്നു. അവിടെ നിൽക്കുന്ന ആരും അത് ശ്രദ്ധിച്ചില്ല. പക്ഷേ മകൾ മാത്രം അത് കണ്ടു. പക്ഷേ ഇപ്പോൾ മകളുടെ മുന്നിൽ 3 വഴികളുണ്ട്. ഒന്നാമത്തെ വഴി, ബാഗിനുള്ളിൽ നിന്നും കല്ലെടുക്കാൻ പറ്റില്ല എന്ന് പറയണം. അങ്ങനെയാണെങ്കിലും അച്ഛനെ കൊണ്ട് കടം വീട്ടാൻ കഴിയില്ല. രണ്ടാമത്തെ വഴി, 2 കല്ലുകളും പുറത്തെടുത്ത് പലിശക്കാരൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് കൂടി നിൽക്കുന്ന ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിലും വേറെ കല്ലെടുത്ത് തന്ന് അതിൽ നിന്നെടുക്കാൻ പറഞ്ഞാൽ എടുക്കുന്ന കല്ല് കറുത്തതാണെങ്കിൽ വീണ്ടും ആപത്താണ്. മൂന്നാമത്തെ വഴി, കറുത്ത കല്ലാണ് എടുക്കുന്നത് എന്ന് അറിഞ്ഞിട്ടും അച്ഛനു വേണ്ടി ജീവിതം ത്യാഗം ചെയ്യണം. മകൾ ഒരു നിമിഷം നിശബ്ദയായി നിന്നു. പിന്നെ ബാഗിനുള്ളിൽ നിന്നും ഒരു കല്ലെടുത്തു. അബദ്ധത്തിൽ കല്ല് താഴേക്ക് വീഴുന്നത് പോലെ അവൾ ആ കല്ല് താഴേക്കിട്ടു. മറ്റു കല്ലുകളോടൊപ്പം ആ കല്ലും കലർന്നു. മകൾ പലിശക്കാരനോട് പറഞ്ഞു, അയ്യോ, അറിയാതെ കയ്യിൽ നിന്നും കല്ല് താഴെ വീണു. എന്നോട് ക്ഷമിക്കണം. ഏത് കല്ലാണ് എടുത്തത് എന്ന് കളർ ഞാൻ ശ്രദ്ധിച്ചില്ല. നിങ്ങളുടെ ബാഗിനുള്ളിൽ നോക്കൂ. അതിനുള്ളിൽ ഏത് കളറാണ് ഉള്ളതെന്നറിഞ്ഞാൽ ഞാൻ എടുത്തത് ഏത് കളറാണെന്ന് അറിയാൻ കഴിയും. മകൾ ഇങ്ങനെ പറഞ്ഞതും പലിശക്കാരൻ്റെ മുഖം മാറി. ബാഗിനുള്ളിലുള്ളത് കറുപ്പ് കല്ലാണെങ്കിൽ മകൾ എടുത്തത് വെളുത്ത കല്ലായിരിക്കുമെന്ന് അവിടെ കൂടി നിന്നവരെല്ലാവരും പറഞ്ഞു. പലിശക്കാരന് തിരിച്ചു മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയിലായി. മകൾ എടുത്തത് കറുത്ത കല്ലാണ് എന്ന് അവിടെ കൂടി നിൽക്കുന്നവരോട് പറഞ്ഞാൽ താൻ ചെയ്ത കള്ളത്തരം പുറത്തു വരും. വേറെ വഴിയില്ലാതെ വീടിൻ്റെ ആധാരം തിരികെ കൊടുത്ത് കടം എഴുതി തള്ളി അയാൾ അവിടെ നിന്നും പോയി. ആ ബാഗിനുള്ളിൽ നിന്നും കല്ലെടുക്കാൻ പോകുമ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരേ ഒരു വരുമാന മാർഗമായി ഉണ്ടായിരുന്ന ബൊക്കറ്റ് ഷോപ്പ് അടച്ചുപൂട്ടി. നാട്ടുകാരുടെ മുന്നിൽ അച്ഛൻ അപമാനിതനായി തലകുനിച്ച് നിൽക്കുന്നു. ഭാവിയെക്കുറിച്ച് താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം തകർന്നു തരിപ്പണമായി. ഒരു വയസ്സായ കിഴവനെ വിവാഹം കഴിച്ച് ബാക്കിയുള്ള ജീവിതം ജീവിച്ചു തീർക്കേണ്ട ഗതികേട്. ഈ ഒരവസ്ഥയിൽ തനിക്ക് രക്ഷകയായി നിൽക്കേണ്ട അമ്മ ഇന്ന് ജീവനോടെയില്ല. ഇങ്ങനെ രക്ഷപ്പെടാൻ ഒരു വഴി പോലും ഇല്ലാതെ എല്ലാ വാതിലുകളും അവൾക്ക് മുന്നിൽ അടഞ്ഞു. എന്നിട്ടും അവൾ പതറാതെ മനക്കരുത്തോടെ ആ പ്രശ്നത്തിനെ നേരിട്ടു. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതുതന്നെ ആലോചിച്ച് സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കാതെ അതിനെ എതിർത്ത് നിന്ന് പോരാടണം. ഈ മകൾ, അയ്യോ, ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടു, എൻ്റെ ജീവിതം പോയി, എനിക്ക് മാത്രമേ ഇങ്ങനെ നടക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നാൽ അവളുടെ ജീവിതം ഒന്നുമല്ലാതായി പോയേനെ. പക്ഷേ തന്നെ ബാധിച്ച പ്രശ്നത്തെപ്പറ്റി ആലോചിച്ചിരിക്കാതെ ആ പ്രശ്നത്തിന് പരിഹാരം എന്താണെന്ന് ആലോചിച്ചതുകൊണ്ടാണ് ആ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ നിന്നും അവൾക്ക് പുറത്തു വരാൻ കഴിഞ്ഞത്. എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളെ അവസാനം വരെ എതിർത്ത് നിന്ന് പോരാടുക.